മറ്റുള്ളവരുടെ മുൻപിൽ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇന്ന് ഒ പിയിൽ വരുന്ന പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഡോക്ടറെ 4 ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് വാ തുറന്ന് സംസാരിക്കാനുള്ള ഒരു മടി, വായ്നാറ്റം കാരണം അവർക്ക് തന്നെ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വായ്നാറ്റത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് വായ്നാറ്റം ഉണ്ടാകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വായ്നാറ്റം ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഇന്ന് സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും കാണുന്ന, അതായത് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് വായ്നാറ്റം എന്ന് പറയുന്നത്. അപ്പം ക്ലിനിക്കിലേക്ക് വരുന്ന ഒരു പേഷ്യൻ്റ്, ഒ പിയിലേക്ക് വരുന്ന ഒരു പേഷ്യൻ്റ് റഫായിട്ട് പറയുക, ഡോക്ടറെ വായ്നാറ്റമാണ്. അപ്പം നമ്മൾ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടോ, അതായത് പല്ലിന് കേടുണ്ടോ അല്ലെങ്കിൽ അൾസർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവർക്കത് ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല. അവർ വായ്നാറ്റത്തിനായിരിക്കും വായ്നാറ്റം മാറാനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയായിരിക്കും വരിക. അപ്പം നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വായ്നാറ്റം വരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പം ഒന്നാമത്തേതെന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് വരുന്ന വായ്നാറ്റമാണ്. അതായത് നമ്മൾ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിന്ന് വരുന്ന സ്മെല്ല്. ഇത് നമ്മൾ ബ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്മെല്ല് മാറും. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഓർഡർ, അതായത് ഇപ്പം ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി, മരുന്നുകൾ കഴിക്കുക അല്ലെങ്കിൽ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വായിലുണ്ടാവും. അത് കുറച്ച് കഴിയുമ്പോഴേക്കും മാറും. ഇതാണ് താൽക്കാലികമായിട്ട് വരുന്ന വായ്നാറ്റം എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് വരുന്ന വായ്നാറ്റം ഉണ്ട്. ഇതാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ വായ്നാറ്റം മാറില്ല. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാക്കിൽ, അതായത് ഒരു വൈറ്റ് കോട്ടിംഗ് ഉണ്ടാവും. രാവിലെ എഴുന്നേറ്റ് വന്നാലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഒരു വെള്ള കോട്ടിങ് പോലെ. അതൊന്നെങ്കിൽ നാവിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാവിൻ്റെ അറ്റത്തായിട്ട് വൈറ്റ് കോട്ടിങ് ഉണ്ടാവും. ഈ വൈറ്റ് കോട്ടിങ്ങിൽ കോടാനുകോടി ബാക്ടീരിയകളുണ്ട്. അതായത് നമ്മുടെ ടങ്കിൻ്റെ മുകളിലായിട്ട് ടേസ്റ്റ് ബഡ് ഉണ്ട്. ഈ ടേസ്റ്റ് ബഡിൻ്റെ സൈഡിലായിട്ട് ഒരു സ്പോഞ്ച് പോലെ അതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ കുഴികളുണ്ട്. ഈ കുഴിയിലാണ് ഈ ബാക്ടീരിയകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡും അതുപോലെ തന്നെ നമ്മുടെ വായിലുള്ള ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഷുഗർ കണ്ടൻറ്റും ദഹിപ്പിച്ച് അതൊരു സൾഫർ ഗ്യാസ് റിലീസ് ചെയ്യും. ഈ സൾഫർ ഗ്യാസ് റിലീസ് ചെയ്യുമ്പോഴാണ് അതൊരു ഫൗൾ ഓഡറായിട്ട് പുറത്തേക്ക് വരുന്നത്, ഒരു ദുർഗന്ധമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, രാവിലെ ബ്രഷ് ചെയ്യുമ്പം പല്ല് തേക്കുന്നതോടുകൂടി നിങ്ങൾ ടങ്കും കൂടെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആ വൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈറ്റ് പാച്ച് ഫോം ചെയ്യുന്ന പറഞ്ഞില്ലേ, അത് തന്നെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തെ ഒരു കാരണമാണ് നമ്മുടെ പല്ലുകളിൽ അടിഞ്ഞിരിക്കുന്ന കാൽക്കുലസ്. അതായത് പല്ലിൻ്റെയും മോണയുടെയും മിഡിലായിട്ട് ഒരു യെല്ലോ പോലെയുള്ള ഒരു ഹാർഡായിട്ടുള്ള കാൽക്കുലസ് ഫോം ചെയ്യും. ഇതിലും ബാക്ടീരിയയുടെ പ്രസൻസ് കൂടുതലാണ്. അപ്പം ഈ ഒരു ബാക്ടീരിയ, ഈ കാൽക്കുലസിൽ അടഞ്ഞിരിക്കുന്ന ബാക്ടീരിയ മെല്ലെ മോണ വഴി നമ്മുടെ പല്ലിനെ ഡാമേജ് ചെയ്യും. അതുവഴി മോണ രോഗങ്ങൾ ഉണ്ടാവും. മോണ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഒന്നെങ്കിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ മോണ വീക്കം, ബ്രഷ് ചെയ്യുമ്പം ബ്ലീഡിങ് ഉണ്ടാവും, മോണയിൽ വേദന. ഇത് സിവിയർ ആയി കഴിഞ്ഞാൽ പല്ല് ലൂസായിട്ട് ഇളകി പോരുക വരെ ചെയ്യും. അപ്പം ഇതൊക്കെ ഇപ്പം മോണ വീക്കം ഉള്ളവർ അല്ലെങ്കിൽ മോണ രോഗം ഉള്ളവർക്കും ഈ വായ്നാറ്റം ഉണ്ടാകാം. വേറെ ഒരു കണ്ടീഷനാണ് മൗത്ത് അൾസർ. ഇപ്പം സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വരുന്നതാണ് അതായത് വിട്ട് വരുന്ന വായിലുള്ള അൾസർ. ഈ അൾസർ ഫോം ചെയ്യുമ്പോൾ അതിൽ ബാക്ടീരിയസ് ഉണ്ടാവും. ഇത് ഈ ഒരു ഗ്യാസിനെ റിലീസ് ചെയ്യും. അതായത് സൾഫർ കണ്ടൻ്റുള്ള ഗ്യാസിനെ റിലീസ് ചെയ്യുമ്പോൾ വായിൽ ഈ ഒരു സ്മെല്ല് ഫോം ചെയ്യും. വേറൊരു റീസണാണ് നമ്മുടെ പല്ലിലുണ്ടാവുന്ന വിടവുകളിൽ വന്നിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ്. അതായത് ഇപ്പം നമ്മൾ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ ഫുള്ള് കഴുകും, പക്ഷേ ആ വിടവിൽ വന്നിരിക്കുന്ന നോൺ വെജ് അതായത് ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ വന്ന് ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടുകയും ഈ ഒരു ഫൗൾ സ്മെല്ല് വരികയും ചെയ്യും. വേറെയുള്ള റീസണാണ് വെപ്പ് പല്ല് വെക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ വെപ്പ് പല്ല് നിങ്ങളുടെ മോണയ്ക്ക്, അതായത് നിങ്ങളുടെ ടീത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വെപ്പ് പല്ല് വെച്ചിട്ടില്ലെങ്കിൽ അത് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മോണയുടെയും അതുപോലെ പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പം ഫുഡ് പാർട്ടിക്കിൾസ് ഈ ഗ്യാപ്പിൽ വന്ന് ചെല്ലും. അതേപോലെ നിങ്ങൾ ആ ഒരു വെപ്പ് പല്ല് ഇപ്പം രാത്രി ഊരി മാറ്റി അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ബാക്ടീരിയ ഉണ്ടാവാനും ഈ ഒരു ഫൗൾ സ്മെല്ല് വരാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ആണ്
ഡ്രൈ മൗത്ത് ഉള്ളവർക്ക് വായ്നാറ്റം ഉണ്ടാവും. കാരണം ഈ ഉമിനീര് എന്ന് പറയുന്നത് ദഹനത്തിന് മാത്രമല്ല, നമ്മുടെ വാ ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയും ഈ ഉമിനീരിനുണ്ട്. അപ്പം നമ്മുടെ വായ ഡ്രൈ ആവുന്ന സമയത്ത് ഈ ഒരു ബാക്ടീരിയയുടെ പ്രസൻസ് കൂടും, ബാക്ടീരിയൽ ലോഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രൈ മൗത്ത് ഉള്ളവർക്കും ഈ വായ്നാറ്റത്തിൻ്റെ പ്രശ്നം കാണാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡയബറ്റിസ്, അതായത് ചില അസുഖങ്ങളുള്ളവർക്ക്, ഡയബറ്റിസ് ഉള്ളവർക്ക് ഒരു അസറ്റോൺ ലൈക്ക് സ്മെല്ലായിരിക്കും അവരുടെ വായിൽ നിന്ന് വരിക. പിന്നെ സലൈവറി ഗ്ലാൻഡിൽ വരുന്ന കല്ലുകൾ, അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ഉള്ളവർ, റെക്കറൻ്റ് ആയിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ഈ വായ്നാറ്റം വരും. ഇനി വായിലുണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാതെ, വായിലുണ്ടാകുന്ന രോഗങ്ങളല്ലാതെ ഈ വായ്നാറ്റം വരും. അതായത് ഇപ്പോൾ ചെറിയ കുട്ടികളിൽ കാണുന്ന ടോൺസിലൈറ്റിസ്, അല്ലെങ്കിൽ അഡിനോയിഡ്, റെസ്പിറേറ്ററി കംപ്ലൈൻറ്റ്, ബ്രോങ്കൈറ്റിസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും, അതായത് ഡയബറ്റിസ്, കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങളുള്ളവർക്കും ഈ ഒരു വായ്നാറ്റം കാണാറുണ്ട്. ഇനി ഈ വായ്നാറ്റം ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ പറഞ്ഞു, ഈ ഒരു വൈറ്റ് കോട്ടിങ്ങിലാണ് കൂടുതലും, കോമൺ ആയിട്ട് 70% വായ്നാറ്റം ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ടങ്കിൻ്റെ മുകളിലുള്ള വൈറ്റ് കോട്ടിങ്ങളിൽ വളരുന്ന ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന ഗ്യാസ് കാരണമാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ബ്രഷ് ചെയ്യുമ്പം ടങ്കും കൂടെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, അസിഡിറ്റി ഉള്ളവർക്കും ഈ ഒരു വായ്നാറ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അസിഡിറ്റി ഉള്ളവർ കഴിവതും ഒരു 7 മണിക്ക് മുൻപേ ആയിട്ട് നിങ്ങളുടെ ഡിന്നർ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതാണ്, നിങ്ങൾ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കുക. വെജിറ്റബിൾസും അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് പേരയ്ക്കൊക്കെ കടിച്ച് കഴിക്കുന്നത് നിങ്ങളുടെ പല്ലിനും അതുപോലെ തന്നെ മോണയ്ക്കും നല്ലതാണ്. ഇനി ഈ വായ്നാറ്റം ഉള്ളവർ അത് മാറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതായത് ഒരു 3 ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു 2-3 ഏലക്ക ഇട്ടതിന് ശേഷം വെട്ടിത്തിളപ്പിക്കുക. ഈ വെള്ളം കൊണ്ട് നിങ്ങൾ ദിവസവും ഗാർഗിൾ ചെയ്യുക. അതായത് ഒരു മീഡിയം ചൂടോടെ ഈ ഒരു വെള്ളം കൊണ്ട് ദിവസവും ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വായ്നാറ്റം ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ ഒരു ടിപ്പാണ്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ദിവസവും കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വായ്നാറ്റം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു ടിപ്പാണ്, ഡെയിലി നിങ്ങൾ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം വെട്ടിത്തിളപ്പിച്ച് അത് വെച്ച് ഗാർഗിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പം നിങ്ങളുടെ പല്ലിൻ്റെയും അതുപോലെ തന്നെ മോണയുടെയും ആരോഗ്യം മെച്ചപ്പെടുകയും അതുവഴി ഈ ഒരു ഫൗൾ സ്മെല്ല് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഈ വീഡിയോയിൽ കുറേ കാരണങ്ങൾ പറഞ്ഞു, അതായത് വായ്നാറ്റം വരാനുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞു. അപ്പം വായ്നാറ്റം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ്. അതിനെ റൂൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് വായ്നാറ്റം, ഇപ്പോൾ പല്ല് കേടുണ്ടെങ്കിൽ വായ്നാറ്റം ഉണ്ടാവും, അപ്പം നിങ്ങൾ അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ വായ്നാറ്റത്തിന് വേണ്ടി നമ്മൾ കുറേ ടിപ്സ് അങ്ങനത്തെ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് കാരണങ്ങൾ കൊണ്ടാണോ വായ്നാറ്റം വരുന്നത് അതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഹോമിയോപ്പതിയിൽ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ ചികിത്സിക്കുന്ന, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം വായ്നാറ്റം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു, വൈറ്റ് കോട്ടഡ് അല്ലെങ്കിൽ ഡ്രൈ മൗത്ത് ഉള്ളവർക്ക് വായ്നാറ്റം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ ഹോമിയോപ്പതിയിൽ ഫലവത്തായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്താണ് ചികിത്സ നടക്കുന്നത്. നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി പരിശോധന നടത്തിയതിന് ശേഷം മെഡിസിൻസ് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും. വായ്നാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.